ആരോപണങ്ങൾ ഉയരുമ്പോൾ ജനപ്രതിനിധികൾ പിന്തുടരുന്ന രാഷ്ട്രീയ കീഴ്വഴക്കങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. മന്ത്രിസ്ഥാനം ഉൾപ്പെടെ വഹിക്കുന്ന പദവികൾ രാജിവെച്ച് അന്വേഷണം നേരിടുന്ന ജനപ്രതിനിധി സ്ഥാനം ഒഴിയാറില്ലെന്നതാണ് വസ്തുത. കേരള ചരിത്രം നോക്കിയാൽ കോൺഗ്രസ് നേതാക്കൾ പിന്തുടരുന്നത് ഇതേ കീഴ്വഴക്കമാണ്. ലൈംഗിക ആരോപണം ഉൾപ്പെടെ ഉയരുമ്പോൾ നേതാക്കൾ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാറുണ്ടോ? എന്താണ് ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ കീഴ്വഴക്കമെന്ന് നമുക്ക് നോക്കാം. രാജ്യം കണ്ട ഏറ്റവും വലിയ കലാപങ്ങളിൽ ഒന്നായിരുന്നു സിഖ് വിരുദ്ധ കലാപം. പ്രതിപട്ടികയിൽ ഒന്നാം നിരയിലുള്ള പേരാണ് ജഗദീഷ് ടൈലർ എന്നത്. എന്നാൽ ആരോപണ വിധേയനെന്ന നിലയിൽ MP സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരുന്നില്ല. പിന്നീട് ജഗദീഷ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് MP ആയി, മന്ത്രിയായി. 2005-ൽ നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ജഗദീഷ് കേന്ദ്രമന്ത്രി സ്ഥാനം മാത്രം രാജിവെച്ചു. ഷെഹ്റാബുദ്ദീൻ കേസിൽ അമിത്ഷായുടെ നിലപാട് നോക്കാം. അന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി സ്ഥാനം മാത്രമാണ് അമിത്ഷാ രാജിവെച്ചത്. ഗുജറാത്ത് കലാപത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം പോലും രാജിവെക്കാൻ നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല. മറ്റൊരു വിവാദമായ കേസായിരുന്നു കേന്ദ്ര സഹമന്ത്രി MJ അക്ബറിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം. 2016-ൽ വിദേശകാര്യ സഹമന്ത്രിയായി ചുമതലയേറ്റ MJ അക്ബർ ലൈംഗിക ആരോപണ പരാതിയെ തുടർന്ന് 2018-ൽ സഹമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു. 2012-ൽ ഹരിയാനയിൽ ഭൂപീന്ദർ ഹൂഡ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗോപാൽ കണ്ടയ്ക്കെതിരെ ഉയർന്നത് വലിയ ആരോപണം തന്നെയായിരുന്നു. എയർ ഹോസ്റ്റസിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദി ഗോപാൽ കണ്ട എന്നായിരുന്നു കേസ്. ഇതിലും ആഭ്യന്തരമന്ത്രി സ്ഥാനം മാത്രമാണ് രാജിവെച്ചത്. MLA തുടരുകയും അന്വേഷണം നേരിടുകയും ചെയ്തു. ഹരിയാനയിൽ മനോഹർലാൽ ഖട്ടർ സർക്കാരിൽ കായിക മന്ത്രിയായിരുന്ന ഇന്ത്യൻ ഹോക്കി താരം സന്ദീപ് സിംഗിനെതിരെയും ലൈംഗിക ആരോപണം ഉയർന്നിരുന്നു. സന്ദീപ് സിംഗ് 2023-ൽ കായിക മന്ത്രി സ്ഥാനം രാജിവെച്ചു. ജമ്മു കശ്മീർ മന്ത്രിയായിരുന്ന ഷബീർ അഹമ്മദ് ഖാൻ 2014-ലാണ് ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്. എന്തിനേറെ ഗുസ്തി താരങ്ങൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ബ്രജ്ഭൂഷണും MP സ്ഥാനം രാജിവെച്ചിരുന്നില്ല. സോളാർ കേസിലെ ആരോപണ വിധേയർ സ്വീകരിച്ച നിലപാടും പരിശോധിച്ചു തന്നെ പോകേണ്ടതാണ്. അന്വേഷണ കമ്മീഷന് മുന്നിൽ പോകേണ്ടി വന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനം പോലും ഉമ്മൻചാണ്ടി രാജിവെച്ചിരുന്നില്ല. KC വേണുഗോപാൽ MP ആയി തന്നെ തുടർന്നു. ഇതേ കേസിൽ ആരോപണ വിധേയരായ ആരും തന്നെ ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചിരുന്നില്ലെന്നും ഓർക്കേണ്ടതാണ്. കേരളം കണ്ട മറ്റൊരു വലിയ ലൈംഗിക പീഡന കേസായിരുന്നു ഐസ്ക്രീം പാർലർ കേസ്. ഇതിൽ കുഞ്ഞാലിക്കുട്ടി സ്വീകരിച്ച നിലപാടും വ്യത്യസ്തമായിരുന്നില്ല. മന്ത്രിസ്ഥാനം രാജിവെക്കുക മാത്രമാണ് ചെയ്തത്. സമാന ആരോപണമുയർന്ന എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും ഇപ്പോഴും MLA-മാരായി തുടരുകയാണ്. ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ളവ രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടുക തന്നെയാണ് രാഷ്ട്രീയ കീഴ്വഴക്കം. ജനപ്രതിനിധി സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ ആരോപണം തെറ്റെന്ന് തെളിഞ്ഞാൽ പോലും അത് തിരികെ ലഭിക്കുക വളരെ പ്രയാസമാണ്. ദില്ലിയിൽ നിന്നും വിഷ്ണു തലവൂർ.